എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുന്ദരിയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പുളിസാദത്തിന്റെ റെസിപ്പി ആയിട്ടാണ്, അതായത് പുളിയോദരെ. നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇതിനു മുൻപ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് നമ്മുടെ തക്കാളി സാദം, അതുപോലെ തന്നെ തൈര് സാദം, പിന്നെ ലെമൺ റൈസ്, അങ്ങനെ 2-3 സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതും കൂടി ആവുമ്പോൾ 4 സാധനമായി. അപ്പൊ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വേറെ കറികളൊന്നും വേണ്ട, ഈ റൈസ് മാത്രമായിട്ട് നമുക്ക് കഴിക്കാം. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് പുളിസാദമൊക്കെ ടേസ്റ്റ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ആദ്യം കഴിച്ചപ്പോൾ നമ്മുടെ ഇഞ്ചിപ്പുളിയിൽ ഇഞ്ചി ഇല്ലാത്ത ഒരു സംഭവം, അല്ലാണ്ട് വേറെ വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയില്ല. പിന്നെ പാചകമൊക്കെ പഠിച്ചു വന്നപ്പോഴാണ് എന്തൊക്കെയാണ് മാറ്റങ്ങളെന്ന് മനസ്സിലായത്. അപ്പോൾ ഇതിന്റെ കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും, 2-3 ദിവസം കേടാവാതിരിക്കും. അതുപോലെ തന്നെയാണ് ലെമൺ റൈസും. അപ്പൊ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്ന നമ്മുടെ സമോസ, സ്പെഷ്യൽ ആയിട്ടുള്ള സമോസ എത്ര പേര് ട്രൈ ചെയ്തിട്ടുണ്ട്? കുറെ പേര് എനിക്ക് ഫോട്ടോസ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ബട്ടർ ചിക്കൻ സമോസ, നമ്മുടെ ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ടുള്ള സമോസ ട്രൈ ചെയ്തിട്ടും അതുപോലെ തന്നെ ഫോട്ടോസ് അയച്ചു തരാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് ഇങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള പുളിസാദം തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് പുളിയോദര ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഐറ്റംസ് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കടായി വെക്കുക. അപ്പം ഞാൻ ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റെഡിയാക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ഞാൻ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പച്ചരിയാണ്. പക്ഷേ നിങ്ങൾക്ക് സോനാ മസൂരി അല്ലെങ്കിൽ ബസ്മതി റൈസ് അല്ലെങ്കിൽ പൊന്നി റൈസ് ഇതിലേത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നേരത്തെ തന്നെ ചോറ് റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ജോലി എളുപ്പമായിട്ട് മാറും. അപ്പോൾ ഇതൊന്ന് ചൂടാക്കാൻ വെക്കുക. ഇതിലോട്ട് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതൊരു തമിഴ്നാട് വിഭവം ആയതുകൊണ്ട് നമ്മൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കുക. നല്ലെണ്ണയാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ഇതൊന്ന് ചൂടാവട്ടെ. എല്ലാം ഒരുമിച്ചിട്ടിട്ടാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അതേസമയം നിങ്ങൾക്ക് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ റോസ്റ്റിംഗ് ടൈമുള്ള ഐറ്റംസ് ആദ്യം ഇടുക. അതിന് ശേഷം മാത്രം പിന്നെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മീഡിയം ചൂടിലാണ് എണ്ണ വെക്കേണ്ടത്. നമുക്ക് അതിലോട്ട് ആദ്യം തന്നെ 1.5 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്. ഇത് ഒരു മിനിറ്റോളം ഒന്ന് റോസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് 1 by 1 ആയിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് ഉഴുന്നുപരിപ്പ് മുഴുവനോടുള്ള ഉഴുന്നുപരിപ്പ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഇതേപോലെ സ്പ്ലിറ്റ് ആയിട്ടുള്ള ഉഴുന്നുപരിപ്പ് ഉപയോഗിക്കാം കേട്ടോ. ഇത് 1 ഗ്ലാസ് അരിയുടെ ചോറാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന കൂട്ടില്ലേ, മസാലക്കൂട്ട് എന്ന് പറഞ്ഞാൽ 2 ഗ്ലാസ് അരിക്ക് തികയും. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ എടുക്കണ്ട, പൊടിച്ച് വെച്ചതിന് ശേഷം ആവശ്യമുള്ളത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ചോറിൻ്റെ കൂടെ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടേബിൾ സ്പൂൺ മല്ലി എന്ന് പറയുമ്പോൾ മൊത്തത്തിലുള്ള മല്ലിയാണ്. 1/2 ടേബിൾ സ്പൂൺ, കൂടാൻ പാടില്ല. അത് ഇതേപോലെ തന്നെ റോസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് ഒരു അല്പം കുരുമുളക്, മൊത്തത്തിലുള്ളത്. കുരുമുളക് ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഒരുപാടൊന്നും വേണ്ട കുരുമുളക്. തീ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് എള്ളാണ്. ഞാനൊരു അല്പം മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം എള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ള എള്ളായാലും കുഴപ്പമില്ല, കറുത്ത എള്ളാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ വൈറ്റ് എള്ളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളകും അതുപോലെ തന്നെ ഉലുവയും. ഉലുവ ഇടുമ്പോഴും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, അല്പം മാത്രം മതി, അല്ലെങ്കിൽ കയ്പ്പരസം വരും. ഉലുവ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 4 മുളക്, മൊത്തത്തിലുള്ള മുളക്, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് നല്ല വാസന വരുന്ന വരെ അങ്ങ് റോസ്റ്റ് ചെയ്യുക. എണ്ണ ഇല്ലാണ്ട് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ എണ്ണ ഒഴിച്ചതിന് ശേഷം റോസ്റ്റ് ചെയ്യുന്നത്. കരിയാൻ പാടില്ല കേട്ടോ, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. ഒരു അരിപ്പയിൽ കൂടെ അരിച്ച് ഇതിൻ്റെ എണ്ണ മുഴുവനും കളയണം. എന്നിട്ട് ആ എണ്ണ നമുക്ക് ചോറിലോട്ട് ഒഴിക്കാൻ ഉപയോഗിക്കാം. പക്ഷേ എണ്ണയോട് കൂടി അങ്ങ് പൊടിച്ച് വെക്കരുത്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തനിയെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഈ കൂട്ട് നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി 2 ദിവസം മുമ്പൊക്കെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. മാത്രമല്ല കേടാവില്ലേ കൂട്ട്. നല്ല വാസന വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കരിയാൻ പാടില്ല. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കയ്പ്പരസം വരും. പിന്നെ നമ്മളെല്ലാം ചേർക്കുന്ന അളവുകൾ മിതമായ അളവിൽ ചേർക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഉലുവയും അതുപോലെ തന്നെ സെസ്മി സീഡ്സ്, അതായത് നമ്മുടെ എള്ള്. ഓക്കെ, ഇത് മതിയാവും കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ നിന്ന് എടുത്ത് ഈ എണ്ണ ഊറ്റി മാറ്റിയതിന് ശേഷം ഈ സംഭവം തണുത്തതിന് ശേഷം നന്നായിട്ട് പൊടിച്ചു കൊണ്ടുവരാം. ഞാൻ പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നൈസാക്കി പൊടിക്കേണ്ട, ചെറുതായിട്ട് ഇങ്ങനെ തരി പോലെ അങ്ങ് പൊടിച്ചെടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കടായി എടുക്കുക. ഇനി നമുക്ക് നമ്മുടെ കടായിലോട്ട്
നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. എപ്പോഴും ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തനതായ ആ പുളിയോദരയുടെ ടേസ്റ്റ് കിട്ടില്ല നമുക്ക്. 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി ചൂടാവട്ടെ. നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് 1 ടീസ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. കടലപ്പരിപ്പ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്. ചെറിയ തീയിൽ വേണം വെക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും. റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് ഉണ്ടമുളക് അല്ലെങ്കിൽ വറ്റൽമുളക് നിങ്ങളിൽ ഏതുള്ളത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ നമുക്ക് വേണ്ടത് കപ്പലണ്ടിയാണ്. കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. കപ്പലണ്ടി ഞാൻ ഓൾറെഡി റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആയതുകൊണ്ടാണ് ഈ സമയത്ത് ഇട്ടിരിക്കുന്നത്. അതേസമയം നിങ്ങൾ ഒട്ടും തന്നെ റോസ്റ്റ് ചെയ്യാത്ത കപ്പലണ്ടി ആണെങ്കിൽ ആദ്യം തന്നെ റോസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം കടുകിട്ട് പൊട്ടിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ തൊലിയോട് കൂടി നമുക്ക് കപ്പലണ്ടി ഇടാം, തൊലി ഇല്ലാതെ ഇടാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കപ്പലണ്ടി ഇല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇടാം. പക്ഷേ കപ്പലണ്ടിയാണ് പുളിയോദര എന്ന് പറഞ്ഞാൽ കപ്പലണ്ടിയാണ് അതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഒരു ക്രഞ്ചി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരല്പം മഞ്ഞൾപ്പൊടി. ഒരുപാടൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറവ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് കായം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളിവെള്ളമാണ്. ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു 1/2 ഗ്ലാസ് വെള്ളത്തിൽ. അത് അരിച്ച് എടുത്ത് വെച്ചിട്ടുള്ളതാണത്. ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അല്പം ശർക്കരയാണ്. ശർക്കര ഒന്നില്ലെങ്കിൽ ശർക്കര പാനിയായിട്ട് ഒഴിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ വെറുതെ ശർക്കര കഷ്ണമായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ശർക്കര ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പക്ഷേ സാധാരണ രീതിയിൽ നമ്മൾ ശർക്കര തന്നെയാണ് ഇതിൽ ചേർത്ത് കൊടുക്കാറുള്ളത്. നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കാൻ മറന്നിട്ടുണ്ട്. ഉപ്പ് ചേർക്കണം. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക. അതിനുശേഷം ഈ വെള്ളം ഇല്ലേ നന്നായിട്ട് വറ്റുന്ന വരെ നമുക്ക് ഇത് കുക്ക് ചെയ്യണം. മാത്രമല്ല ആ സമയം കൊണ്ട് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പുളിവെള്ളത്തിൻ്റെ പച്ചമണം മാറണം. അപ്പോൾ ഇത്തിരി അത് ആ സമയമാകുമ്പോഴേക്കും കുറച്ചും കൂടെ തിക്നെസ് വരും. തിക്കാവണം. അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നമ്മുടെ പുളിക്കാച്ചിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ചും കൂടെ വറ്റാനുണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ബോയിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇനി ഒരു 5 മിനിറ്റും കൂടെ തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഇത് നോക്കൂ, അത്യാവശ്യം തിക്കായിട്ടുണ്ട്. നമ്മുടെ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് ഇത് റെഡി ആയിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമുക്കിനി ഓഫ് ചെയ്യാം. ഇനി നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഓൾറെഡി വേവിച്ച് ചൂടാറ്റി മാറ്റി വെച്ചിരിക്കുന്ന ചോറ് എടുക്കുക. 1 ഗ്ലാസ് അരിയുടെ ചോറ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇത് മൊത്തത്തിൽ നമ്മുടെ ചോറിലോട്ട് ഒഴിക്കാൻ പാടില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൗളിൽ നമുക്ക് ചോറ് എടുക്കുക. ആദ്യം മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ ബൗളാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. ചൂടോട് കൂടിയുള്ള ചോറ് ഉപയോഗിക്കാൻ പാടില്ല. ചൂടാറിയതിന് ശേഷമുള്ള ചോറാണ് വേണ്ടത്, അല്ലെങ്കിൽ ആകെ അങ്ങ് ഉടഞ്ഞു പോകും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ കൂട്ടില്ലേ ഇതിൽ നിന്ന് കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം ആദ്യം. കാരണം ഓരോരുത്തരുടെ പുളിയുടെ അളവും വ്യത്യാസമായിരിക്കും. അതുകൊണ്ടാണ് ഒരുമിച്ച് ഒഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കേട്ടോ. ഒരുമിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് പുളി അങ്ങ് കൂടിപ്പോകും. പിന്നെ ഓരോ പുളി അനുസരിച്ച് മാറ്റം വരും. നമ്മുടെ ഇഞ്ചിപ്പുളി കൂട്ടി ചോറുന്ന പോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പോരാ. എനിക്കിത് മൊത്തം വേണ്ടി വരും കേട്ടോ. കാരണം ഞാൻ എപ്പോഴും അളന്നിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. ഞാനിപ്പോൾ ചോറ് വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഉപ്പ് കുറവ് ഉണ്ടാവും. ഇനിയിപ്പോൾ അവസാനം നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പുളിയുടെ കൂട്ട്. ഇനി നമുക്ക് ടേസ്റ്റ് നോക്കാം. ഇത് മതി. പക്ഷെ ഉപ്പില്ല കേട്ടോ, ഉപ്പിടണം. അപ്പോൾ നിങ്ങൾ 3 ടേബിൾ സ്പൂൺ ഇട്ട് നോക്കിയതിന് ശേഷം മിക്സ് ചെയ്ത് നോക്കിയിട്ട് പുളി കൂടുതലാന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ ഇടാൻ പാടില്ല. ഞാൻ പറഞ്ഞ പോലെ ഡിപ്പെൻസ്, ഓരോ പുളി അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള പുളിയുടെ അളവും വ്യത്യാസം ഉണ്ടാവും. ഉപ്പ് ഇട്ട് കൊടുക്കുക നോക്കിയിട്ട്. ഇനി നമുക്ക് എന്താ ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടിയില്ലേ, ആ മസാലപ്പൊടിയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ. ഇത് 2 ഗ്ലാസ് ചോറിനുള്ള മസാലപ്പൊടിയാണ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുഴുവൻ ഇടാൻ പാടില്ല. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതും ചേർത്തങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ മിക്സ് ആയതിന് ശേഷം നമ്മൾ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴിക്കാൻ പാടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് ആ റിയൽ ആയിട്ടുള്ള ടേസ്റ്റൊക്കെ ഇതിലോട്ട് അങ്ങ് നന്നായി യോജിക്കുകയുള്ളൂ കേട്ടോ. ഇപ്പോൾ തന്നെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ അങ്ങോട്ട് ടേസ്റ്റ് അറിയില്ല. ഇത് ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു റൈസാണ്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ റൈസ് സാധനങ്ങൾ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇത് ബെസ്റ്റാണ്. നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഒരു 3 ദിവസമൊക്കെ വരെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഞാനിതിൻ്റെ ഫൈനലായിട്ട് ടേസ്റ്റ് നോക്കട്ടെ. ഉപ്പ് ഇപ്പോഴും കുറവാണ് കേട്ടോ. അടിപൊളിയുണ്ട് കേട്ടോ. പാകത്തിന് പുളി, പാകത്തിന് സ്പൈസ് ലെവൽ കറക്റ്റായിട്ടുണ്ട്. മുളകിൻ്റെ അളവ് ഇത് മതി. ഓവറായിട്ട് അവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാരൊക്കെ കൈ കൊണ്ടാണ് ഇത് മിക്സ് ചെയ്യുക, ഓവറായിട്ട് കുഴഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം
അത് നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം സെർവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള പരിപാടി. നമ്മൾ ഒരുപാട് പേര് നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടുള്ള റെസിപ്പി ആയിരുന്നു പുളി സാദത്തിൻ്റെ അല്ലെ പുളിയോദരയുടെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവരട്ടെ കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നമ്മുടെ പുളിയുടെ ഇതുണ്ടല്ലോ, കൂട്ടുണ്ടല്ലോ, ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെക്കാം. എത്ര നാൾ വേണമെങ്കിലും, ഒരു 6 മാസം വേണമെങ്കിലും നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. നമ്മൾ ഇഞ്ചിപ്പുളി സൂക്ഷിക്കുന്ന പോലെ തന്നെ. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് ചോറ് റെഡിയാക്കുക. അതിനുശേഷം ഈ പുളിയുടെ മിക്സിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിരിക്കുന്ന മസാലക്കൂട്ടും റെഡിയാക്കിയിട്ട് നമുക്ക് എടുത്ത് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് ചോറ് റെഡിയാക്കിയിട്ട് രണ്ടും കൂടി അങ്ങ് മിക്സ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ജോലി കഴിയും. ജോലി ചെയ്യുന്ന അമ്മമാർക്കൊക്കെ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും ഇതുപോലത്തെ റെസിപ്പീസ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കൂട്ടോ. അപ്പോൾ ദേ നമ്മുടെ പുളിയോദര ഫോട്ടോ എല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. കപ്പലണ്ടി എല്ലാം കൂടിയിട്ട് എടുത്തിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ചേട്ടൻ ഇതിൽ കുറച്ച് നമ്മുടെ മുന്തിരി ഇടാൻ പറയും. മുന്തിരി എന്ന് പറഞ്ഞാൽ ഉണക്ക മുന്തിരി. ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ കഴിക്കാൻ പറ്റും. വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. പിന്നെ നമ്മൾ കായ ഇടുമ്പോഴും ഉലുവിടുമ്പോഴൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അത് കൈപ്രസം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുളിയോദര. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. എന്റെ അടുത്തേക്ക് വരുന്നുണ്ടേ. അടുക്കളയിൽ എന്തോ എടുത്തിട്ട് വരുന്നുണ്ട്. എന്നിട്ട് സാധനം അത് കാണുന്നില്ല എനിക്ക്. ഞാൻ ഇപ്പുറത്തോട്ടിരിക്കാതായിരിക്കും നന്നായിട്ട്. ചൂട് ചായ എന്റെ മേലേക്ക് ഒഴിക്കാൻ പോണം. ദൈവമേ, ആ കോപ്പർ കപ്പിൽ ചായ ഉണ്ടാക്കിയ അതെ ചോദിക്കാൻ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടിട്ട് എനിക്ക്. ചൂട് ചായയുടെ തന്നെ മേലെ ഒഴിച്ച് കഴിഞ്ഞാ എന്ത് സംഭവിക്കും? കേരളല്ലേ, ദുബായാണ്. ഞാൻ ഷേഖിന്റെ അടുത്ത് കംപ്ലൈന്റ് പറയും. ദുബായില് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മോനെ അത് ഇച്ചിരി സീരിയസ് ആണ് കേട്ടാ. നാട് പോലെയല്ല. ഇവിടെ സൈഡില് ഇരിക്കുന്നുണ്ടോ തൈര. ഇവിടെ ദുബായില് മറ്റൊരാളുടെ മുഖത്ത് ഇരിക്കുന്നതിനെ കുറിച്ച് കമന്റ് പറയാൻ ഇവിടെ ഒരു കുത്തു വെച്ചിട്ടുണ്ടെങ്കിലും അവിടെ തുടച്ചേ ഇല്ല. അതെ.